ഹായ് എല്ലാവർക്കും നമസ്കാരം. GK സിംപ്ലിഫൈഡിന്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ റിവർ സിസ്റ്റംസ്, ഇന്ത്യയിലെ നദികളുടെ ഒരു ഫണ്ടമെന്റൽസ് പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യയിലെ നദികൾ, എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതാണ്. ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകുന്ന നദികൾ, അറേബ്യൻ സീയിലേക്ക് ഒഴുകുന്ന നദികൾ, ഹിമാലയൻ നദികൾ, പെനിൻസുല നദികൾ, ഇത്രയും നമ്മൾ പറഞ്ഞത്. ഹിമാലയൻ നദികളിൽ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചു ഹിമാലയൻ നദികളെ. ഒന്ന് സിന്ധു അതിന്റെ ഫാമിലി, ഗംഗയും ഫാമിലിയും, ബ്രഹ്മപുത്രയും ഫാമിലിയും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സിന്ധുവും അതിന്റെ ഫാമിലിയുമാണ്. ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ട്രിബ്യൂട്ടറീസിനാണ് നമ്മൾ പോഷക നദികൾ എന്ന് വിളിക്കുന്നത്. പോഷക നദികൾ. അപ്പൊ ഈ ഒരു മാപ്പ് നിങ്ങൾ നോക്കുക. ഇന്ത്യക്ക് അകത്തല്ല സിന്ധു തുടങ്ങുന്നത്, ഇന്ത്യക്ക് പുറത്താണ് സിന്ധു തുടങ്ങുന്നത്. അതായത് ടിബറ്റ് ഭാഗം, ഇന്ന് ചൈന കൺട്രോൾ ചെയ്യുന്ന ടിബറ്റ് ഭാഗം. അങ്ങനെ നേരെ ഒഴുകി 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 ഇന്ത്യയിലൂടെ അവർ ഒഴുകുന്നു. ഇന്ത്യയിൽ പ്രധാനമായിട്ടും അവർ ഒഴുകുന്നത് പഴയ ജമ്മു ആൻഡ് കാശ്മീർ, ഇന്നത്തെ കാശ്മീർ പ്ലസ് ലഡാക്ക് അല്ലേ? പിന്നെ അതിന് തൊട്ട് താഴെയുള്ള പ്രദേശം ഉണ്ട് കേട്ടോ, പഞ്ചാബ് ഭാഗമൊക്കെ ഉണ്ട്. പ്രധാനമായിട്ടും അതാണ് പറയുന്നത്. ശേഷം പാകിസ്ഥാനിലേക്ക്. പാകിസ്ഥാനിൽ വെച്ച് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന നദിയിലേക്ക് കാബൂൾ നദി വന്ന് ചേരുന്നുണ്ട്. കാബൂൾ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് അഫ്ഗാനിസ്ഥാൻ. അപ്പോ ഇൻഡസ് നദിയുടെ ബേസിൽ നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ കാണാൻ സാധിക്കും. അങ്ങനെ പാകിസ്ഥാനിലൂടെ ഒഴുകി ഒഴുകിയാണ് ഈ നദി അറബിക്കടലിൽ പോയി ചാടുന്നത്. അപ്പോ സിന്ധു എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇന്ത്യയിൽ മാത്രമുള്ള നദിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള തന്റെ ആകെ മൊത്തം യാത്രയിൽ സിന്ധു കവർ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് 3180 കിലോമീറ്റർ ആണ്. ഞാൻ കഴിഞ്ഞാണ് നിങ്ങളോട് ഇന്ത്യയുടെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്. 1-2 കിലോമീറ്റർ അല്ല, 3180 കിലോമീറ്റർ ആണ്. ക്ലിയർ? എന്താ അടുത്ത 1-2 മാപ്പുകൾ, ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മാപ്പുകൾ ഉപയോഗിക്കാം. കുറച്ചുകൂടെ വ്യത്യസ്തതയുള്ള ഒരു മാപ്പാണ്, കുറച്ചുകൂടെ വേറെ ഒരു ഫോക്കസ്, നദികളിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു മാപ്പാണ്. ഇതെല്ലാം കമ്പയർ ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ. അപ്പൊ വീണ്ടും പറയട്ടെ, ഇന്ത്യക്ക് വെളിയിൽ തുടങ്ങുന്നു, പ്രധാനമായിട്ടും കശ്മീർ ലഡാക്ക് ഭാഗത്തോട് ഒഴുകുന്നു, പാകിസ്ഥാനിലേക്ക് പോകുന്നു, പാകിസ്ഥാനിൽ നിന്നും പഞ്ചനദിയായി ഝേലം, ചെനാബ്, രവി, ബിയ, സത്ലജ്. യാത്രയുടെ അവസാനം എന്താ? ഈ നദികളൊക്കെ ചേർന്നിട്ട് ഝേലം, ചെനാബ്, രവി, ബിയ, സത്ലജ് ആയിട്ട് ചേർന്ന് ഒഴുകുന്നു, ഉയർന്നു. ഇവിടെയാണ് ആ നദിയുടെ ഡെൽറ്റ ഉണ്ടാക്കുന്നത്. ക്ലിയർ ആണോ? അല്ലെങ്കിൽ മറ്റൊരു മാപ്പ്. അപ്പോൾ പ്രധാനമായിട്ടും ഇൻഡസിന്റെ ബേസിനെ അവിടെ കാണാൻ സാധിക്കും, ഇന്ത്യയിൽ കാണാൻ സാധിക്കും. തുടങ്ങുന്നത് കൊണ്ട് ടിബറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ചൈനയിൽ കാണാൻ സാധിക്കും, പാകിസ്ഥാനിൽ പ്രധാനമായിട്ടും കാണാൻ സാധിക്കും, കാബൂൾ പോലുള്ള നദികൾ വരുന്നത് കൊണ്ട് നമുക്ക് അഫ്ഗാനിസ്ഥാനിലും കാണാൻ സാധിക്കും. ഫണ്ടമെന്റൽസ് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ക്ലിയർ? എവിടെയാ തുടക്കം? പറഞ്ഞേ, എവിടെയാണ് തുടക്കം? ഒറിജിൻ? ഇതൊരു ഹിമാലയൻ നദിയാണ്. അപ്പൊ തുടക്കം എന്ന് പറയുന്നത് ഒരു മഞ്ഞുമലയിലെ ഗ്ലേഷ്യർ. ഗ്ലേഷ്യർ എന്നുള്ള വാക്കിന്റെ മലയാളം അറിയാവുന്നവരെന്ന് പറയണേ. ഗ്ലേഷ്യർ എന്നുള്ള വാക്കിന്റെ നമുക്ക് SSC പരീക്ഷയ്ക്കൊന്നും അങ്ങനെ ചോദിക്കില്ല. ഇനിയിപ്പോൾ അഥവാ SSCക്ക് മലയാളത്തിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിലും അവർ ഗ്ലേഷ്യർ എന്ന് തന്നെയായിരിക്കും മലയാളത്തിൽ തരിക. എന്നാൽ മലയാളത്തിൽ ഗ്ലേഷ്യർ എന്നല്ല അറിയപ്പെടുന്നത്. ഇത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഗ്ലേഷ്യറിന്റെ മലയാളം അറിയാവുന്നവർ പറയുക. തുടക്കം സുഹൃത്തെ ടിബറ്റിലാണ്. ടിബറ്റിലെ മഞ്ഞുമലയായിട്ടുള്ള ബൊക്കാർ ചൂയിലാണ് ഇവർ തുടങ്ങുന്നത്. നമ്മൾ ഈ ഒരു മാപ്പ് കാണിച്ചപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എവിടെയാണ് തുടങ്ങുന്നത്? ബൊക്കാർ ചൂ എന്ന് പറയുന്ന ഗ്ലേഷ്യർ ആണ്. ബൊക്കാർ ചൂ എവിടെയാണ്? ബൊക്കാർ ചൂ എന്ന് പറയുന്നത് ടിബറ്റിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 3180 കിലോമീറ്റർ ഒഴുകുന്ന ഇൻഡസ്, സിന്ധു, ഇന്ത്യ, ഹിന്ദു എന്നുള്ള പേരുകളൊക്കെ ഇതൊക്കെ കണക്റ്റഡ് ആണ്. ക്ലിയർ? എന്താ ഈ ബൊക്കാർ ചൂവിന്റെ ടിബറ്റിന്റെ പ്രത്യേകത? ടിബറ്റില് മാനസരോവർ തടാകത്തിനോട് ചേർന്ന് കാണുന്ന കൈലാസ പർവ്വതത്തിലാണ് ഇത് തുടങ്ങുന്നത്. ക്ലിയർ? അപ്പൊ കൈലാസം എന്ന് പറയുമ്പോൾ ശിവൻ ഓർമ്മ വരും. ശിവൻ എന്ന് പറയുമ്പോൾ തലയിലിരിക്കുന്ന ഗംഗ ഓർമ്മ വരും. നിങ്ങൾ സിന്ധുവിനും കൂടെ ഓർത്തു കൊടുക്കുക. കൈലാസ പർവ്വതനിരകളോട് ചേർന്നിരിക്കുന്ന ബൊക്കാർ ചൂ എന്ന് പറയുന്ന ഗ്ലേഷ്യറിലാണ് ഇത് തുടങ്ങുന്നത്. ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ബൊക്കാർ ചൂവിന്റെ ബോയും ചൂവിന്റെ ചെയ്യും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോച്ചെ എന്ന് ഓർത്തുകൂടെ? ബോച്ചെ, ഇന്ത്യക്കാരനായിട്ടുള്ള ബോച്ചെ. എന്താ ബോച്ചയുടെ പ്രത്യേകത? ദണ്ഡി മാർച്ചിൽ ഗാന്ധിജി നടന്നത് 400 കിലോമീറ്റർ താഴെയാണ്. അതിന്റെ ഇരട്ടി ബോച്ചെ ഓടി. എന്തോ വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. രക്തദാനം മഹാദാനം എന്ന് പറഞ്ഞുകൊണ്ട് 800 ചില്ലാനും കിലോമീറ്റർ ഓടിയ വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് ദൂരം മൂപ്പർ ഓടി. അതുപോലെ ഇൻഡസ് ഓടി. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇൻഡസ് എന്ന് ഓർക്കുക. എങ്ങനെ ഓടി? ബോച്ചെ ഓടിയ പോലെ ഓടി. ബൊക്കാർ ചൂയിൽ നിന്ന് ഓടി. ബൊക്കാർ ചൂയിലാണ് തുടക്കം.
ടിബറ്റിലെ ബൊക്കാർ ചൂൽ തുടങ്ങിയ ഇൻഡസ് ഒഴുകി 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 ഇന്ത്യയിലേക്ക് കടക്കുന്നു. ക്ലിയർ? ടിബറ്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ സിന്ധു നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കൂ? ഇല്ല. അവിടെ അത് വേറെ പേരിൽ അറിയപ്പെടുന്നത്. ആ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇൻ ടിബറ്റ് ഇൻഡസ് ഈസ് നോൺ ആസ് സിംഗി കാമ്പൻ. സിംഹം അല്ലേ? ലയൺസ് മൗത്ത്. സിംഗി കാമ്പൻ, സിംഹത്തിന്റെ വായ പോലെയാണത് ഇരിക്കുന്നത് എന്ന് വിചാരിച്ചു കൊടുക്കുക. ക്ലിയർ ആണോ? സിംഗി കാമ്പൻ ആ തുടങ്ങുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത കാരണം തന്നെയാണ് ഈ പേര് വരുന്നത് കേട്ടോ. ഓരോരോ ലോക്കൽ കഥകൾ ഉണ്ടാവില്ല പേര് വരാൻ. അപ്പൊ സിംഗി കാമ്പൻ എന്നറിയപ്പെടുന്ന ബൊക്കാർ ചൂലിൽ തുടങ്ങുന്ന നമ്മളുടെ സിന്ധു നദി. ക്ലിയർ? ക്ലിയർ? എങ്ങനെ ഒഴുകുന്നേ? അവര് ഇവിടെ നിന്നും ഈ ഡയറക്ഷനിലേക്ക് ഒഴുകുന്നത്. അപ്പൊ ഇത് നോർത്താണ്, ഇത് വെസ്റ്റ് ആണ്. നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ഒഴുകുന്നു. അങ്ങനെ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ഒഴുകി അവര് എവിടെ എത്തുന്നു? നമ്മുടെ ലഡാക്ക് സസ്കർ റേഞ്ചസിലേക്ക് എത്തുന്നു. നമ്മുടെ ലഡാക്ക് സസ്കർ റേഞ്ചസ്. അപ്പോൾ ജോഗ്രഫിയുടെ ഫണ്ടമെന്റൽസ് നിങ്ങൾ പഠിക്കുമ്പോൾ NCERT ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ? ഈ ഭാഗത്തുള്ള ഒരുപാട് മലനിരകളുണ്ട്. കാരക്കോറം മലനിരകൾ, ലഡാക്ക് റേഞ്ച്, സസ്കർ റേഞ്ച്. അങ്ങനെ ഈ കൈലാസ പർവ്വത ഭാഗം, കൈലാസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലും അല്ല, കൈലാസ് എന്ന് പറയുമ്പോൾ നേപ്പാളിലും അല്ല, ടിബറ്റ് ഭാഗത്താണ്. ഇവിടുത്തെ ബൊക്കാർ ചൂല് തുടങ്ങി ഇങ്ങനെ നോർത്ത് വെസ്റ്റ് ഒഴുകുന്ന നദിയെ കണ്ടോ? ഈ നദിയാണ് നമ്മുടെ സിന്ധു നദി. അങ്ങനെ അത് എങ്ങോട്ടേക്ക് എത്തുന്നു? ലഡാക്ക് സസ്കർ റേഞ്ചിലേക്ക് എത്തുന്നു. ഇതൊക്കെ നമുക്ക് PYQല് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഫ്ലോനെ ട്രാക്ക് ചെയ്തിട്ട് ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നൂടെ? ഇറ്റ് ഫ്ലോസ് ഇൻ ദ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ബിറ്റ്വീൻ ലഡാക്ക് ആൻഡ് സസ്കർ റേഞ്ച്. ലഡാക്കിനും സസ്കറിനും ഇടയിലൂടെ കുത്തി ഒഴുകി പോകുന്നു. ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യും. അതിന്റെ കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താ കാരണം? കാരണം ഇത് ഹിമാലയൻ നദിയാണ്, അത്രയും ഫ്ലോ കൂടുതലാണ്. അങ്ങനെ കുത്തി ഒഴുകി പോകുമ്പോൾ ദേ ഫോം ബ്യൂട്ടിഫുൾ ഗോർജസ്. മലയിടുക്കുകൾ ഫോം ചെയ്യുന്നു. ഇത്രയും ഫ്ലോ അല്ലേ? കുത്തി ഒഴുകി വരുന്ന മലയിടുക്കിന്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഏത് ഭാഗത്താ? ഗിൽജിത്ത് ഭാഗത്ത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്ന് കേട്ടിട്ടുണ്ടാകും. ഇതാണ് കാശ്മീരിന്റെ നമ്മുടെ ഒഫീഷ്യൽ മാപ്പെങ്കിലും നമുക്കറിയാം. ഇതിൽ പല ഭാഗങ്ങളും ഇന്ത്യയുടെ ഭാഗത്തല്ല, ഇന്ത്യയുടെ കയ്യിലല്ല ഉള്ളത്. ഈ പ്രദേശം മുഴുവൻ പാകിസ്ഥാനാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഈ ഭാഗം ചൈനയുടെ കയ്യിലാണ്. അക്സായ് ചിൻ ഇത് പാകിസ്ഥാന്റെ കയ്യിലായിരുന്നു, പിന്നീട് ചൈനയ്ക്ക് കൊടുത്താണ്. അപ്പോൾ മനസ്സിലാക്കുക, ഇന്ന് പാകിസ്ഥാൻ കൺട്രോൾ ചെയ്യുന്ന പാകിസ്ഥാനി ഓക്യുപ്പൈഡ് കാശ്മീരിലെ ഒരു ഭാഗമാണ് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ. അപ്പോൾ ഒഫീഷ്യലി ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ആ ഗിൽജിത്തിലാണ് അതിമനോഹരമായിട്ടുള്ള ഒരു ഗോർജ്, ഒരു മലയിടുക്ക് ഉണ്ടാക്കിയിട്ട് സിന്ധു നദി ഒഴുകുന്നത്. ആ ഗിൽജിത്തിൽ ഉണ്ടാക്കുന്ന ഗോർജിലൂടെയാണ് അവര് പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്. ക്ലിയർ? പാകിസ്ഥാനിലൂടെ ഒഴുകി ഒഴുകി. പാകിസ്ഥാന്റെ ലൈഫ് ലൈൻ ആണ് ഇൻഡസ്. നമ്മൾ ഇൻഡസിനെ പറ്റി പഠിക്കും, ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ പറ്റി പഠിക്കും. ഈ അടുത്തൊക്കെ വാർത്തയിരുന്നു ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇന്ത്യ പിടിമുറുക്കി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ എക്കണോമി നല്ലപോലെ നശിക്കും. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ലൈഫ് ലൈൻ ആണ് വേണമെങ്കിൽ സിന്ധു നദി എന്ന് നമുക്ക് പറയാം. ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ പ്രാധാന്യം ഞാൻ നിങ്ങൾക്ക് വേറെ പറഞ്ഞുതരാം കേട്ടോ. ഇതൊന്ന് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പാകിസ്ഥാനിലൂടെ ഒഴുകി ഒരു റിവർ ഡെൽറ്റ ഉണ്ടാക്കി അത് അറബിക്കടലിലേക്ക് വീഴുന്നു. അപ്പൊ റിവർ ഡെൽറ്റ ഉണ്ടാക്കുന്നു നിങ്ങൾ ആലോചിച്ചു, ഇവിടെ വന്നിട്ടല്ലേ വീഴുന്നേ എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലെ നമ്മുടെ കറാച്ചി ഭാഗമാണത്. കറാച്ചി, ഇലിയാരി, ദുരന്തർ സിനിമ ഓർമ്മയുണ്ടാവുമല്ലോ. ഈ ഭാഗത്ത് ഡെൽറ്റ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലും ഗുജറാത്തിന്റെ കച്ച് ഭാഗത്തും കൂടെ ചേർന്നിട്ടാണ് അവർ ഡെൽറ്റ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇൻഡസ് ഡെൽറ്റ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പാകിസ്ഥാനിലാണ്, ഇന്ത്യയുടെ ഗുജറാത്തിന്റെ കച്ച് ഭാഗത്തും കാണാൻ സാധിക്കും. അപ്പോൾ ബൊക്കാർ ചൂൽ തുടങ്ങി എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ? ബൊക്കാർ ചൂൽ തുടങ്ങി എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ നദികൾക്ക് പോഷക നദികളുണ്ട്. പോഷക നദികൾ, ഓക്കെ, പോഷക നദികളുണ്ട്. എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടതോടെയാണ്. ഈ പോഷക നദികളെ വെച്ചിട്ട് ലെഫ്റ്റിനും റൈറ്റിനെ കണക്ട് ചെയ്യാൻ ഞാൻ കുറെ കോഡിനൊക്കെ ശ്രമിച്ചു. കുറച്ച് കോഡുകൾ ഉണ്ടാക്കി, പക്ഷെ അതൊക്കെ ഒരു തൃപ്തി തരാത്ത കോഡുകളാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള കോഡ് നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരിക. കമന്റ് ആയിട്ട് പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുമല്ലോ. സിന്ധു ഒഴുകുന്ന വഴിയിൽ നമുക്ക് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ഉണ്ട്, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ഉണ്ട്. ഇതാണ് സിന്ധുവിന്റെ പാത. നമ്മുടെ ലെഫ്റ്റും റൈറ്റും വെച്ചിട്ടല്ല, നദി ഒഴുകുന്ന ഡയറക്ഷനിൽ ഇവിടെ നിന്ന് വരുന്നവർ, നദിയുടെ റൈറ്റിൽ നിന്ന് വരുന്നവർ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. നദിയുടെ ലെഫ്റ്റിൽ നിന്ന് വരുന്നവർ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഗംഗ ഇങ്ങനെ ഒഴുകുകയാണെങ്കിൽ ഇത് ഗംഗയുടെ ലെഫ്റ്റ്, ഇത് ഗംഗയുടെ റൈറ്റ്. ബ്രഹ്മപുത്ര ഇങ്ങനെ ഒഴുകുകയാണെങ്കിൽ ഈ ഒഴുക്കിൽ ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്, ഈ ഒഴുക്കിൽ ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. അത്രേ ഉള്ളൂ. നമ്മൾ പോകുമ്പോൾ നമ്മുടെ റൈറ്റ് എന്താ ലെഫ്റ്റ് എന്താ, ആ നദിയുടെ ഫ്ലോയിങ് ഡയറക്ഷൻ അനുസരിച്ചാണ് ലെഫ്റ്റും റൈറ്റും പറയുന്നത്. അപ്പൊ സിന്ധുവിന്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് നോക്കുക. സൻസ്കർ, സുരു, സ്വാൻ,
പഞ്ചനദ്, ഗാഗർ. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള എന്താ? പഞ്ചനദികളാണ്. പഞ്ചനദികൾ. നിങ്ങൾ നോക്കിയേ, UPSC പ്രിലിംസിന് നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചു. പഞ്ചനദികളിൽ ഏതൊക്കെയാ പഞ്ചനദികൾ? 5 നദികൾ ഏതൊക്കെയാത്? ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഈ 5 എണ്ണത്തില് ഒരെണ്ണത്തിലേക്കാണ് ബാക്കിയുള്ളത് വന്നു ചേരുന്നത്. ഏതാണ് ആ നദി എന്നാണ് ചോദ്യം. ഉത്തരം അറിയാവുന്നവർ പറയുക. ഈ പഞ്ചനദികളിൽ ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജിൽ ഒരെണ്ണത്തിലേക്ക് ബാക്കിയുള്ളത് വന്നു ചേരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജലം ഇങ്ങനെ ഒഴുകി വരുന്നു, ചെനാബിലേക്ക് ചേരുന്നു. രവി ഇങ്ങനെ വരുന്നു, ചെനാബിലേക്ക് ചേരുന്നു. ബിയാസ് ഇങ്ങനെ വരുന്നു, സത്ലജിലേക്ക് ചേരുന്നു. ആ UPSCയുടെ ഓപ്ഷനിൽ സത്ലജും ഉണ്ടായിരുന്നു, ചെനാബും ഉണ്ടായിരുന്നു. NCERT എവിടെയോ കണ്ട ചിത്രം വച്ചിട്ടുള്ള ഓർമ്മയിൽ ഞാൻ കൊടുത്ത ഉത്തരം തെറ്റി. ഉത്തരം അറിയാമെങ്കിൽ പറയുക. പഞ്ചനദികളിൽ നദികൾ 5 ഉണ്ടല്ലോ, അതില് ഏറ്റവും ഒടുവിൽ ഏത് നദിയിലേക്ക് വന്നു ചേരുന്നത്? ചെനാബിലേക്കാണോ സത്ലജിലേക്കാണോ? ഭയങ്കര കൺഫ്യൂഷൻ ആണ്. ഇത് ഇങ്ങോട്ടാണോ ഇത് ഇങ്ങോട്ടാണോ? ഉത്തരം അറിയാവുന്നവർ പറയുക. ആ പഞ്ചനദി ഒരുപാട് തവണ ചോദിക്കാറുണ്ട്. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് നമുക്ക് നോക്കുക. ഷിയോക്, ഹുൻസ, ഗിൽജിത്ത്, സ്വാത്, കുനാർ, കാബൂൾ, ഖുറാം, ഗോമൽ, ഷോബ്. എല്ലാം വെറുതെ തന്നുള്ളൂ കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ഞാൻ ചോദിച്ചു കണ്ടിട്ടുള്ളത് കാബൂൾ നദിയാണ്. കാരണം പലപ്പോഴും നമുക്കത് എടുക്കാൻ സാധിക്കില്ല. കാബൂൾ എന്ന് പറയുന്നത് സിന്ധുവിന്റെ പോഷക നദിയാണെന്നുള്ളത് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. കാബൂൾ എന്ന് പറയുന്ന നദി സിന്ധുവിന്റെ പോഷക നദിയാണ്. പാകിസ്ഥാനിലെ സ്വാത്ത് വാലി എന്നൊരു പക്ഷെ നിങ്ങൾ കേട്ടത്, സ്വാത്ത് താഴ്വര, അതിമനോഹരമായിട്ടുള്ള താഴ്വരയാണ്. ഷിയോക് നദി. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഓർത്തിരിക്കാം. ഗിൽജിത്ത് നദി. ഇതെല്ലാം പ്രധാനപ്പെട്ട റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. അപ്പൊ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കാബൂൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് കൂടാതെ ഞാൻ കേട്ടുള്ളത് ഗിൽജിത്തും സ്വാത്തും, അതുപോലെ ഗിൽജിത്തും സ്വാത്തും ഷിയോക്കും ആണ്. ഗിൽജിത്തും സ്വാത്തും ഷിയോക്കും എല്ലാം പഠിക്കണം ഞാൻ പറയില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ നോർത്ത് വെസ്റ്റിൽ ഒഴുകിയ സിന്ധു ഇറ്റ് ഫ്ലോസ് സൗത്ത് വേർഡ്. അങ്ങനെ സൗത്തിലേക്ക് ഒഴുകുന്ന സിന്ധുവിലേക്ക് ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജിലെ വെള്ളം വന്നു ചേരുന്നു. ആ 5 എണ്ണം ചേർന്നിട്ട് അത് പഞ്ചനദി എന്നറിയപ്പെടുന്നു. എവിടെ വച്ചിട്ടാണ് പഞ്ചനദി സിന്ധുവിലേക്ക് ചേരുന്നത്? ഇൻഡസ്, ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജിലെ 5 നദികൾ സിന്ധുവിലേക്ക് ചേരുന്നത് എവിടെ വെച്ചിട്ടാണ്? അത് പാകിസ്ഥാനിലെ മിഥാൻകോട്ട് ആണ്. പാകിസ്ഥാനിലെ മിഥാൻകോട്ട്. മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എവിടെ വെച്ചിട്ടാണ് ചേരുന്നത്? പാകിസ്ഥാനിലെ മിഥാൻകോട്ട്. ക്ലിയർ? പഞ്ചനദികൾ പലതവണ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പഞ്ചനദികൾ 5 നദികൾ ചേർന്നുണ്ടാക്കുന്ന പ്രദേശം, 2 നദികളുടെ ഇടയിലുള്ള പ്രദേശമാണെങ്കിൽ ദോ ആബ് എന്ന് വിളിക്കാം. DOAB, ദോആബ്. ഗംഗ, യമുന, ദോആബ്. ഞാൻ CGL 2024 തോന്നുന്നു ഒരു POQ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയാം, ഓപ്ഷൻസ് ഓർക്കുന്നില്ല, ഉത്തരം നിങ്ങൾ പറയണം. റായ്ചൂർ ദോആബ്. ഇന്ത്യൻ ചരിത്രത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ഈ ദോആബ് പിടിച്ചെടുക്കാൻ വേണ്ടി. കർണാടക ഭാഗത്താണ് റായ്ചൂർ ദോആബ് വരുന്നത്. ഏതൊക്കെ നദികളുടെ ഇടയിലാണ് റായ്ചൂർ ദോആബ് വരുന്നത്? ഉത്തരം അറിയാവുന്നവർ പറയുക. ഇതുപോലെ ഗംഗ, യമുന, ദോആബ് ഉണ്ട്. ഗംഗയുടെയും യമുനയുടെയും ഇടയിലുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള പ്രദേശം. അപ്പൊ പഞ്ചാബ് എന്ന് പറയുമ്പോൾ 5 നദികളുടെ ഇടയിലുള്ള പ്രദേശം. നമ്മുടെ പഞ്ചാബാണ് ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. അങ്ങനെ പഞ്ചനദികളും വന്നു ചേരുന്നു. ക്ലിയർ? ഈ പഞ്ചനദികളിൽ നമ്മൾ പറഞ്ഞു പ്രാധാന്യം കൂടുതൽ വരുന്നത് ചെനാബിനും സത്ലജിനുമാണ്. കാരണം ബാക്കിയുള്ളതൊക്കെ പതുക്കെ നദികളിലേക്ക് വന്നു ചേരുന്നത്. നമ്മൾ സത്ലജിനെ നോക്കി നമുക്ക് മനസ്സിലാകും. സത്ലജിന്റെ ഒരു ലെങ്ത് നിങ്ങൾ നോക്കി കണ്ടോ? സത്ലജിന്റെ തുടക്കം ഇന്ത്യക്ക് അകത്താണോ? പറഞ്ഞുതരാം. ആണോ എന്നുള്ളത് മാപ്പിൽ നിന്ന് നമുക്ക് പറയാം. അല്ല, ആ സത്ലജ് നദിക്ക് ഭയങ്കര നീട്ടം കൂടുതലാണ്. എന്നാൽ ചെനാബ് നദിയെ നിങ്ങൾ ഇങ്ങനെ ട്രേസ് ചെയ്യുക, ഇതാ ഇന്ത്യക്ക് അകത്താണ് ചെനാബിന് തുടക്കം. പക്ഷെ ഈ ചെനാബിലേക്ക് ചേലം വന്നു ചേരുന്നുണ്ട്. പതുക്കെ രവി വന്നു ചേരുന്നുണ്ട്. അപ്പൊ ചെനാബിന് കമ്പാരിറ്റീവ്ലി നീളം കുറവാണെങ്കിലും അതിലേക്ക് വന്നു ചേരുന്ന പോഷക നദികളുടെ എണ്ണം കൂടുതൽ. അതുകൊണ്ട് ചെനാബിന്റെ വ്യാപ്തി, വോളിയം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ശ്രദ്ധിച്ചോളുക, പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി തെറ്റില്ല. മാപ്പിൽ പറഞ്ഞു തന്നു, കോൺസെപ്റ്റ് പറഞ്ഞു തന്നു. ദ ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി. സത്ലജ് ഈസ് ദ ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ്. ഏറ്റവും നീളം കൂടിയ ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് സത്ലജ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ എന്തായിരിക്കും ചെനാബ്? ചെനാബ് ഈസ് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി. ഏറ്റവും വോളിയം കൂടുതൽ, ഏറ്റവും ഡിസ്ചാർജ് കൂടുതൽ. അതായത് ഒരു നീളമുള്ള ആളും ഒരു തടിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായി പോകും. നീളമുള്ള ആളും ഏറ്റവും കൂടുതൽ വോളിയം ഡിസ്ചാർജ് ചെയ്യുന്ന ആളും. അതാണ് നമ്മൾ
വേൾഡ് ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയം, ഇപ്പോഴും ക്ലാസ്സിൽ പലരോടും ലോങ്സ്റ്റ് റിവർ ഇൻ ദ വേൾഡ്, ലാർജസ്റ്റ് റിവർ ഇൻ ദ വേൾഡ് എന്ന് ചോദിക്കുമ്പോൾ പലർക്കും നൈലും ആമസോണും മാറിപ്പോകും. ഇതേപോലെ പറയുക, ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് എന്ന് പറയുന്നത് സത്ലജ്, ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് ചെനാബ്. ലോങ്സ്റ്റ് റിവർ ഇൻ ദ വേൾഡ് ഏതാണ്? ലാർജസ്റ്റ് റിവർ ഇൻ ദ വേൾഡ് ഏതാണ്? കൃത്യമായിട്ട് ഉത്തരം പറയുക. ലോങ്സ്റ്റ് റിവർ വേഴ്സസ് ലാർജസ്റ്റ് റിവർ കൃത്യമായിട്ട് പറയുമെന്ന് വിചാരിക്കുന്നു. കേട്ടോ? ക്ലിയർ? അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഡസ് നദിയുടെ ബേസിൻ ഉണ്ട്, സ്പ്രെഡ് അക്രോസ് 4 കൺട്രീസ്. മനസ്സിലാക്കുക, പ്രധാനമായിട്ടും അത് ഇന്ത്യ അല്ല, അത് തുടങ്ങുന്നത് ചൈനയിലാണ് എന്ന് പറഞ്ഞാൽ ടിബറ്റ് ആണ്. ഇന്ന് ചൈനയാണ് ടിബറ്റിനെ ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ ചൈന അല്ലെങ്കിൽ ടിബറ്റ് ഓപ്ഷൻ ഉണ്ടാകും. നേരെ ഇന്ത്യയിലേക്ക് പോകുന്നു, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോകുന്നു, അഫ്ഗാനിസ്ഥാനിൽ നിന്നും കാബൂൾ പോലെയുള്ള നദികൾ വരുന്നുണ്ട്. ക്ലിയർ? ക്ലിയർ ആണോ? 4 രാജ്യങ്ങൾ, ഏറ്റവും കൂടുതലുള്ള പാകിസ്ഥാനിലാണെന്നറിയാലോ. ഇന്ത്യക്ക് അകത്തേക്ക് വരാം. ഇന്ത്യക്ക് അകത്തേക്ക് വരുമ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇൻഡസ് ബേസിൻ ഉള്ളത്? വിത്തിൻ ഇന്ത്യ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? നമ്മളോട് പലതവണ ചോദിച്ചിട്ടുണ്ടോ? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിട്ട് ഞാൻ കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നു 7-8 കൊല്ലം മുന്നെയാണ് ഞാൻ ഈ ചോദ്യം കണ്ടുള്ളത്. 7-8 കൊല്ലം മുന്നത്തെ പരീക്ഷയ്ക്കാണ് ഞാൻ ഈ ചോദ്യം കണ്ടുള്ളത്. അന്ന് ഉത്തരവെന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ആയിരുന്നു. നമുക്കറിയാം 2019 വരെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ഇന്ന് ജമ്മു ആൻഡ് കാശ്മീർ മാറി ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും അങ്ങനെ 2 യൂണിയൻ ടെറിട്ടറീസ് ആയി. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഈ ബോൾഡ് ചെയ്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ സിന്ധു നദിയുടെ ഡ്രെയിനേജ് പരന്നു കിടക്കുന്നത് പഴയ ജമ്മു ആൻഡ് കാശ്മീർ, ഇന്നത്തെ കാശ്മീർ, ലഡാക്ക് ഭാഗത്താണ്. ഇത് കൂടാതെ തൊട്ടിപ്പുറ കിടക്കുന്ന ഹിമാചൽ പ്രദേശ് ഭാഗത്ത് നമുക്കുണ്ട് പഞ്ചനദികൾ. സ്വാഭാവികമായിട്ടും പഞ്ചാബ് ഉണ്ടാകും. പഞ്ചാബിനും ഹരിയാനയ്ക്കും ഒരേ ക്യാപിറ്റൽ അല്ലേ? ഏതാ അത്? ചണ്ഡീഗഡ്. അതൊരു യൂണിയൻ ടെറിട്ടറി അല്ലേ? തൊട്ട് താഴെ കിടക്കുന്ന രാജസ്ഥാനിന്റെ കുറച്ച് വളരെ കുറച്ച് രാജസ്ഥാൻ, വളരെ കുറച്ച് ഒരു ഗാഗർ ഹക്കറ നദി നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടാകും. പണ്ടത്തെ സരസ്വതി ഒഴുകിക്കൊണ്ടിരുന്നൊരു ഡയറക്ഷനാണ് ഈ ഡയറക്ഷൻ. അങ്ങനെ ഓർത്താൽ മതി. സിന്ധു സരസ്വതി സിവിലൈസേഷൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് പോർഷൻ, ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന പോർഷൻ, പഞ്ചാബ് വരുന്നുണ്ട്, ഹരിയാന വരുന്നുണ്ട്, തൊട്ട് താഴെ രാജസ്ഥാൻ, പഞ്ചാബിന്റെയും ഹരിയാനയുടെയും കോമൺ ക്യാപിറ്റൽ ആയിട്ടുള്ള പിന്നെ ചണ്ഡീഗഡ്. ഇത്രയുമാണ് ഇന്ത്യക്കകത്ത് ഇൻഡസ് ബേസിൻ സ്പ്രെഡായി കിടക്കുന്നത്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പലതവണ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ക്ലിയർ? അപ്പോൾ ഇന്ത്യക്കകത്ത് എവിടേക്കാണ് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി സിന്ധു നദി ഈ പ്രാവശ്യം ചോദിക്കാൻ സാധ്യത കൂടുതലാണ് പരീക്ഷയ്ക്ക്. കാരണം എന്താ? 2026 ജൂൺ മാസം. അത് ഏത് മാസം എടുത്ത് പറയണ്ടല്ലോ. ഇപ്പോ വാർത്ത വന്നിട്ടുണ്ട്, 2026 ജൂൺ മാസം വാർത്ത കൂടുതൽ വരുന്നുണ്ട്. എന്താ വാർത്ത വന്നേ? വായിച്ചു നോക്കിയേ. നോട്ട് എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ വിൽ ഫ്ലോ ടു പാകിസ്ഥാൻ അണ്ടർ ദ ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇൻഡസ് വാട്ടർ ട്രീറ്റിയാണ് ചർച്ചാ വിഷയം. ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ കാലാകാലങ്ങളായിട്ട് നടക്കുന്ന പ്രശ്നം. ഈ അടുത്ത് പഹൽഗാമിൽ അറ്റാക്ക്, ഓപ്പറേഷൻ സിന്ദൂർ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡസ് വാട്ടർ ട്രീറ്റി, ഇതൊക്കെ വാർത്തയിൽ വന്നാണ്. മറ്റൊരു വാർത്ത വന്നത് ഇന്ത്യാസ് 2352 crore 2352 കോടി രൂപ മുടക്കിയിട്ടുള്ള ചെനാബ് ബിയാസ് ലിങ്ക്. നമുക്കറിയാം ഇൻഡസ്, ഛേലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഛേലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. അതിൽ ചെനാബിനെയും ബിയാസിനെയും കൂടെ ലിങ്ക് ചെയ്യാനുള്ള ഒരു ടണൽ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാന് കിട്ടുന്ന വെള്ളത്തിൽ കാര്യമായിട്ട് കുറവ് വരും. ഇൻഡസ് വാട്ടർ ട്രീറ്റ് പ്രകാരം പാകിസ്ഥാൻ ഒരൊറ്റ കാര്യം കിട്ടില്ല, ഒരൊറ്റ തുള്ളി വെള്ളം കിട്ടില്ല. കാരണം പഹൽഗാമിലെ ടെറർ അറ്റാക്ക്, പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസം, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഇത് വാർത്തയിലുണ്ട്. സിന്ധു നദി വാർത്തയിലുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. സിന്ധു നദി പൊളിറ്റിക്കലി വാർത്തയിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തിനറിഞ്ഞിരിക്കണം? സിന്ധു നദിയുമായിട്ട് ബന്ധപ്പെട്ട കരാറിനെ അറിഞ്ഞിരിക്കണം. ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇൻഡസ് വാട്ടർ ട്രീറ്റി ആരൊക്കെ തമ്മിൽ ഒപ്പിട്ടേക്കണേ? നമുക്കറിയാം ടിബറ്റ്, ചൈന, അഫ്ഗാനിസ്ഥാൻ, ഇവരുടെ റോളൊക്കെ വളരെ മിനിമലാണ്. പ്രധാനമായിട്ടും ഇവിടെ ഈ വെള്ളത്തിന് ഡിസ്പ്യൂട്ടുള്ള 2 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. അപ്പൊ മനസ്സിലാക്കുക, ഇൻഡസിന്റെ ഡ്രെയിനേജ് എന്ന് പറയുന്നത് 4 രാജ്യങ്ങളിൽ കിടക്കുന്നുണ്ട്. ടിബറ്റ് കൺട്രോൾഡ് ബൈ ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. എന്നിരുന്നാലും ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള 2 രാജ്യങ്ങളാണ്. ഒന്ന് നമ്മുടെ രാജ്യം ഇന്ത്യയും, നമ്മുടെ അയൽക്കാര് പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ട്രീറ്റി ഒപ്പിട്ട ഡേറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1960. 960 എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ വഷളായി നിൽക്കുന്ന കാലഘട്ടം. 1960 ഒരു സെപ്റ്റംബർ മാസം 19 ഈ ഡേറ്റ് സഹിതം നിങ്ങൾ ഓർക്കണം. ഞാൻ പറയൂട്ടോ,
ഞാൻ ചില ഡേറ്റുകൾ കാണാതെ പഠിക്കണ്ടെന്ന് പറയാറില്ലേ, ഇവിടെ ഈ ഡേറ്റ് പഠിക്കണം. വർഷം മാത്രമല്ല, ഇവിടെ ഈ ഡേറ്റ് നിങ്ങൾ പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ 1960 ഒരു സെപ്റ്റംബർ മാസം 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അന്ന് മരണപ്പെട്ടിട്ടില്ല, ശ്രീ ജവഹർലാൽ നെഹ്റു. ഇന്ത്യ ചൈന യുദ്ധം കൂടെ കണ്ടാണ് ആള് മരണപ്പെടുന്നത്. അപ്പോൾ അന്ന് ഇന്ത്യക്ക് വേണ്ടി ട്രീറ്റിയിൽ ഒപ്പിട്ടത് ശ്രീ ജവഹർലാൽ നെഹ്റു ആണ്. പാകിസ്ഥാനിൽ അപ്പോഴേ ഗവൺമെന്റിനെ കട്ടിമറിച്ച് മിലിറ്ററി ലീഡർമാരൊക്കെ ഭരണം പിടിച്ചിരുന്നു. പാകിസ്ഥാൻ ആക്ച്വലി ഒരു തുടക്കം മുതലേ ഇക്വേഷൻസ് എല്ലാം പാളിപ്പോയ ഒരു രാജ്യമാണ്. സ്റ്റേബിൾ ആയിട്ടുള്ള 5 വർഷം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള സിവിലിയൻ ഗവൺമെന്റ് പാകിസ്ഥാൻ എന്നും ഒരു കിട്ടാക്കനി ഒരു സ്വപ്നമാണ്. പ്രധാനമന്ത്രിമാരുടെ റെഗുലറായിട്ട് അസാസിനേറ്റ് ചെയ്യപ്പെടുക, മിലിറ്ററി ഭരണം വീണ്ടും വീണ്ടും പിടിക്കുക, സിവിലിയൻ ഗവൺമെന്റിനെ അട്ടിമറിക്കുക, അതൊക്കെ പാകിസ്ഥാനിൽ സ്ഥിരം നടക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഭരണത്തിലേക്ക് വന്നൊരു ചേട്ടൻ, ആളുടെ പേരാണ് അയൂബ് ഖാൻ. അയൂബ് ഖാനും ജവഹർലാൽ നെഹ്റുവാണ് ട്രീറ്റിയിൽ ഒപ്പിട്ടത്. എവിടെ വെച്ച് ഒപ്പിട്ടത്? പാകിസ്ഥാനിലെ, നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, നമ്മുടെ ദുരന്തം നടന്ന സ്ഥലം ലിയാരി ഇരിക്കുന്നത് കറാച്ചി അല്ലേ, കറാച്ചിയിൽ വെച്ചിട്ടാണ് ഒപ്പിട്ടത്. അപ്പോ പാകിസ്ഥാൻ കരഞ്ഞുകൊണ്ട് ഈ ട്രീറ്റിയിൽ ഒപ്പിട്ടു എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് ഒപ്പിട്ടു. അയ്യോ, അയൂബ് ഖാൻ കരഞ്ഞു, കറാച്ചി ഒപ്പിട്ടു. കാരണം എന്താ? നമ്മുടെ വെള്ളം മൊത്തം ഇന്ത്യ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ വിചാരിച്ചാൽ മതി. 1960 ഒരു സെപ്റ്റംബർ മാസം 19 മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹൂ മീഡിയേറ്റഡ് ദിസ് ട്രീറ്റി? നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും ഇന്ന് മുഖത്തോട് നോക്കില്ല. ഞങ്ങൾ അവിടെ നിന്ന് കളിക്കില്ല, നിങ്ങൾ ഇവിടെ നിന്ന് കളിക്കില്ല, നിങ്ങളുടെ പ്ലേസ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ പ്ലേസ് നിങ്ങൾക്ക് വേണ്ട. അപ്പൊ അന്ന് മുഖത്തോട് നോക്കൂ ഇല്ല. സോ ദ ട്രീറ്റി വാസ് നെഗോഷിയേറ്റഡ് ബൈ ദ വേൾഡ് ബാങ്ക്. അതിങ്ങനെ ആലോചിച്ചാൽ മതി. ബാങ്കിന് 2 പേർക്ക് ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ആവശ്യമുണ്ട്. കാരണം കടം മേടിക്കേണ്ടവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കൂടുതലും കടം മേടിക്കുന്ന IMF ആണ്, എന്നാലും ഇവിടെ വേൾഡ് ബാങ്ക് എന്ന് ഓർത്തിരിക്കുക. അങ്ങനെ ലോകബാങ്ക് മീഡിയേറ്റ് ചെയ്ത് 1960 സെപ്റ്റംബർ 19 ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അയൂബ് ഖാനും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഒപ്പിട്ട ട്രീറ്റി പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ചിട്ടാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി. എന്താണ് ഈ നെഗോസിയേഷനിൽ സംഭവിച്ചത്? എന്താ ഈ നെഗോസിയേഷനിൽ സംഭവിച്ചേ? നോട്ട് ചെയ്തോളുക. ഇൻഡസ്, ഝേലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്, ഇങ്ങനെയാണ് നമ്മളിതിനെ പടിഞ്ഞാട്ടൊന്നും കിഴക്കോട്ട് എഴുതി കഴിഞ്ഞാൽ ഇൻഡസ്, ഝേലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്, ഈ ഒരു ഓർഡറില ഈ നദികളെ അവരങ്ങോട്ട് തിരിച്ചു. എന്നിട്ട് പറഞ്ഞു ഇൻഡസ്, ഝേലം, ചെനാബ്. ഏതൊക്കെയാണ്? ഇൻഡസ്, ഝേലം, ചെനാബ്, ആദ്യത്തെ 3 ഓൾമോസ്റ്റ് 70% വെള്ളവും വരുന്ന അവിടെയാണ്. ആ റിവേഴ്സിനെ പാകിസ്ഥാന് കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞു. ക്ലിയർ? ബാക്കി 3 ഏതൊക്കെയാണ്? രവി, ബിയാസ്, സത്ലജ്, ഈ 3 അതിൽ 30% താഴെ വെള്ളം വരുന്നുള്ളൂ. ഈ പെർസെൻറ്റേജ് ചില സോഴ്സുകൾ മാറി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് 69, 31 അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. വെള്ളമല്ലേ, റഫ്ലി 70-30 ആണ്. മനസ്സിലാക്കുക, ഓൾമോസ്റ്റ് 70% പാകിസ്ഥാനാണ് പോകുന്നത്. ഈ 30% ആണ് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഈ ചെനാബ് പാകിസ്ഥാന് കൊടുത്തല്ലേ, പിന്നെ എങ്ങനെയാണ് ഈ ചെനാബ് ലിങ്ക് ഇന്ത്യ വർക്കാക്കുന്നത്? അതാ ഇന്ത്യക്കാർ പറഞ്ഞത്, ഇനി ആ ട്രീറ്റി ഞങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. കാരണം നിങ്ങൾ മനുഷ്യപ്പറ്റില്ലാതെ പഹൽഗാമിൽ വന്ന് സാധാരണക്കാരെ കൊന്നു കളഞ്ഞില്ലേ, പിന്നെ ഞങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് വെള്ളം തരുന്നത്? ക്ലിയർ? എങ്ങനെ ഇത് ഓർത്തിരിക്കാം? ഇൻഡസ്, ഝേലം, ചെനാബ്, IJCA നമുക്ക് ICJ എന്ന് ഓർത്തിരിക്കാം. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, യുണൈറ്റഡ് നേഷൻസിന്റെ കോടതിയാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നവരെയല്ലേ നമ്മൾ കോടതിയിലേക്ക് വിടുന്നേ? എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന നമ്മുടെ അയൽക്കാരും പാകിസ്ഥാനല്ലേ, കോടതിയിലേക്ക് വിട്ടു. അപ്പോ ICJ, ഇൻഡസ്, ഝേലം, ചെനാബ് എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ഓർത്തിരിക്കാം. ഇൻഡസ്, ഝേലം, ചെനാബ്, ഇൻഡസ്, ചെനാബ്, ഝേലം, അത് മാറി മാറി ഓർത്തിരിക്കാം. അടുത്തതാണ് രവി, ബിയാസ്, സത്ലജ്, RBS. ഇത് ഇന്ത്യക്കാണ്. RBSന് മാറ്റി നിങ്ങൾ BRS എന്ന് ഓർത്തോളൂ. ഭാരത് രാഷ്ട്ര സമിതി, പണ്ടത്തെ തെലങ്കാന രാഷ്ട്ര സമിതി. ഇന്ത്യക്കകത്തുള്ള തെലങ്കാനയില് മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുള്ള ഭരണം കിട്ടിയിട്ടുള്ള തെലങ്കാന ഫോം ചെയ്യാൻ വേണ്ടി സമരം ചെയ്തിട്ടുള്ള ഒരു ചങ്ങാതിന്റെ പാർട്ടിയാണ്. അപ്പൊ BRS ഇന്ത്യയിലെ പാർട്ടിയാണ്. അപ്പൊ ആ 3 നദികൾ ഇന്ത്യക്ക്, രവി, ബിയാസ്, സത്ലജ് ഇന്ത്യക്ക്. മനസ്സിലാക്കുക, വോളിയം വൈസ് 70% പാകിസ്ഥാനാണ്, 30% ആണ് ഇന്ത്യക്ക് വന്നിട്ടുള്ളത്. സോ ഇന്ത്യയിലോട് ഒഴുകുന്ന ഈ നദികളിൽ ഇന്ത്യ ചെനാബിനെയും ഝേലത്തിനെയും കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടും. ക്ലിയർ? ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ റിവേഴ്സിന്റെ ഫണ്ടമെന്റൽസ് പഠിച്ചു, നമ്മൾ ഇൻഡസിന്റെ ഫണ്ടമെന്റൽ പഠിച്ചു, ഇൻഡസ് വാട്ടർ ട്രീറ്റി പഠിച്ചു. ഇനി നമുക്ക്
ജേലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എങ്ങോട്ട് പോകുള്ളൂ, നമ്മൾ ഗംഗാ റിവർ സിസ്റ്റം അല്ലെങ്കിൽ ബ്രഹ്മപുത്ര റിവർ സിസ്റ്റത്തിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത സെഷനിൽ നമുക്ക് ജേലം നദിയെ പറ്റി പഠിക്കാം. അപ്പോൾ വീണ്ടും പറയട്ടെ, ഓടിച്ച് പറഞ്ഞു വിടുക എന്നുള്ളതല്ല ഉദ്ദേശം. ക്ലാസ് അതിൻ്റെ എണ്ണം ഒന്നും കൂടിയാലും കുഴപ്പമില്ല. ചെറിയ ചെറിയ ഇതുപോലത്തെ അരമണിക്കൂറിൽ താഴെയുള്ള ക്ലാസ്സുകളായിട്ട് മാക്സിമം കോൺസെപ്റ്റ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ, ഇതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും, GK സിംപ്ലിഫൈഡിൽ അവൈലബിൾ ആയിരിക്കും. ജോയിൻ ചെയ്യുക. ഡൗട്ട് മറ്റു കാര്യങ്ങൾ നമുക്ക് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. പഠനം അടിപൊളിയായിട്ട് പോട്ടെ. മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം.